നമ്മുടെ ആവശ്യത്തിന് മറ്റൊരാളുടെ മുന്നിൽ പോയി കൈ നീട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ആ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. പൈസ ഒരു 10 രൂപ പോലും ഇല്ലാതെ ഇങ്ങനെ തപ്പിപ്പറക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആയിരിക്കണം. നമുക്ക് പൈസയാണ് ഇമ്പോർട്ടൻ്റ് ജീവിതത്തിൽ, വേറെ ഒന്നുമല്ല. പൈസ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് എല്ലാവരുടെയും മൈൻഡിൽ വേണ്ടത്. ഇപ്പം പെണ്ണായാലും ശരി ആണായാലും ശരി. ആൺകുട്ടികൾ ഒരുപാട് പേര് പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എനിക്കറിയാം. അപ്പം എല്ലാവരും ഫസ്റ്റ് നോക്കേണ്ടത് എങ്ങനെ പൈസ ഉണ്ടാക്കാം, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വീട്. നമുക്ക് ആരും ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഏത് മനുഷ്യനായാലും വേണമെങ്കിൽ ഇറങ്ങിപ്പോ എന്ന് പറയാം. എൻ്റെ വീട്ടിലായാലും മേ ബി ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ പോണ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാമല്ലോ. സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ആ 2 കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം എല്ലാ പെൺകുട്ടികളും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകുക, അല്ലെങ്കിൽ എല്ലാവരും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം മക്കളോട് പറയില്ലേ, ഇപ്പോൾ ഒരു സിംഗിൾ മദറാണ്, അപ്പം കടന്നു വന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പം പഠിച്ച ഒരുപാട് കാര്യം ഉണ്ടല്ലോ, അപ്പം മക്കളോട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്താ? അവർക്ക് ആൺകുട്ടികളാണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഞാനിങ്ങനെ അവരെ ഇവിടെ ആക്കിയിട്ട് അങ്ങ് പോയത് എൻ്റെ ജോലി എന്ന് വെച്ചിട്ടുള്ള കാര്യം ജോലി ചെയ്താലേ ജീവിക്കാൻ പറ്റൂ. അതുകൊണ്ട് കുഞ്ഞു പരുവത്തിലെ എപ്പോഴും നമ്മളൊരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ കൂടെ വേണം കുട്ടികളെ ഇങ്ങനെ വളർത്തി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളങ്ങോട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പഠിക്കുന്ന കാര്യമായാലും ഒരു ഓവറായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നതായാലും ഒക്കെ പറയുമ്പോഴത്തേനും അവർക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യും. എനിക്കിങ്ങനെ ആരെയും എനിക്കിങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടിച്ച് ഞാനൊന്നും പറയാറില്ല. ഒരു പരിധിയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും, ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പം ഈ പറയുന്ന കണക്ക് തന്നെ നമുക്ക് ഇപ്പം പറയുന്നത് പഠിക്കണം, പഠിച്ചൊരു ജോബ് അത് അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ ഫസ്റ്റ് അതിന് പ്രയോറിറ്റി കൊടുക്കണം, എഡ്യൂക്കേഷന്. പക്ഷേ നമ്മൾ പറയാനല്ല പറ്റൂ. അപ്പം ഒരു പരിധിക്ക് വെച്ചിട്ട് ഞാൻ പറയും. അതിൽ കൂടുതലൊന്നും ഞാൻ കിടന്ന് കൈകടത്താറില്ല, ഒരുപാട് കിടന്ന് പറയാറില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം ഓരോ കുട്ടികളൊക്കെ സ്റ്റേജിൽ ഈ കലാപരമായിട്ടൊക്കെ കഴിവുള്ള എൻ്റെ ഇളയ കുട്ടിക്ക് നല്ല കഴിവൊക്കെ ഉള്ള, പക്ഷെ അവർക്ക് താല്പര്യമില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും. അപ്പം എനിക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ ഞാൻ അവരിലേക്ക് ഇഞ്ചെക്ട് ചെയ്യത്തില്ല എൻ്റെ ആഗ്രഹങ്ങളൊന്നും. അവരിലേക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. ഇവിടെ വരുമ്പം ചോദിക്കും, ഫോൺ വിളിക്കുമ്പോഴും ചോദിക്കും. അപ്പം എല്ലാം ഓക്കെയാണ്, ഞാൻ അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് വേണ്ടത്ര പഠിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നത്. അപ്പം ഭയങ്കര വിഷമം വരാറുണ്ട്. ഇപ്പൊ ലോങ് ആയിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന കുട്ടികളുടെ ജോലി അല്ലെങ്കിൽ പഠിപ്പിന് കാര്യം ആവശ്യത്തിനുള്ള ഒരു എമൗണ്ട് ആക്കുക, ജോലിക്ക് വേണ്ടിയിട്ടാണ് മാറി നിൽക്കുന്നത് അവരെ വിട്ടിട്ട്. എപ്പോഴും കുട്ടികളുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒരുമിച്ച് ഉണ്ടാവണം എന്ന് ചിലപ്പോൾ ഈ കുട്ടികളും ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പൊ ഈ ഡിവോഴ്സിന് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം 2 പേരും 2 സൈഡായിരിക്കും. അപ്പം ഇവർക്ക് നിങ്ങളെ 2 പേരെയും മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവരെപ്പോഴെങ്കിലും അത് പറഞ്ഞിട്ടുണ്ടോ, എങ്ങനെയാ അത് മാനേജ് ചെയ്യണേ? അവർ ശരിക്കും അവിടെ കിടന്ന് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള കുട്ടികളാണ്. എന്നെ ഉപദ്രവിക്കുന്ന കണക്ക് തന്നെ കുട്ടികൾക്കും നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുള്ള കുട്ടികളാണ്. അതുകൊണ്ട് അവർക്ക് 2 പേർക്കും അത്തരം താല്പര്യങ്ങളൊന്നും ഇല്ല. അന്ന് തൊട്ടായാലും ഒരു വാശിപ്പുറത്ത് കുറച്ച് നാൾ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയങ്ങൾ അവരൊരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു മനുഷ്യനിൽ നിന്ന്. അതുകൊണ്ട് അവർക്ക് ഇപ്പം എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പോലും കുട്ടികളുടെ അടുത്ത് മിണ്ടാനോ ഒന്നിനും വരാറോ ഒന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സ്നേഹം അവരുടെ ഉള്ളിൽ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ചോദിക്കാറുമില്ല. ഞങ്ങൾ അതിനെപ്പറ്റി സംസാരിക്കാറില്ല. അങ്ങനെ കുഞ്ഞു പരുവത്തിൽ ഇതുപോലെ ഡിവോഴ്സ് ആയ കുറച്ച് മാസങ്ങളിൽ ഒരു 3 മാസം കൊണ്ട് പുള്ളി വന്ന് കാണാറുണ്ടായിരുന്നു. ആ സമയം ഈ കുട്ടികളുടെ അടുത്ത് പറയുന്നത് മൊത്തം നെഗറ്റീവായിട്ടാണ് നമ്മളെപ്പറ്റി. അവരെ അങ്ങനെ ഉപദ്രവിക്കണം, ഇങ്ങനെ വെട്ടണം, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കുഞ്ഞു പരുവത്തിൽ. അത് നമ്മളോട് വന്ന് പറയും, ഇങ്ങനെ പറഞ്ഞു അച്ഛൻ, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അപ്പം അതുകൊണ്ട് അവരുടെ മനസ്സിൽ ആ ഒരു നെഗറ്റീവ് തോട്ട്സാണ് ഇപ്പോഴും കിടക്കുന്നത്.